Hello, welcome to Insight Point. BCom second semester major course ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ക്ലാസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 5 ചാപ്റ്റേഴ്സ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഈ ചാപ്റ്ററിൻ്റെ തിയറി പാർട്സ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് മീനിങ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അതിനു മുൻപ് എന്താണ് എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്, അതുപോലെ ടൈപ്സ് ഓഫ് എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ് എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. 2 ടൈപ്സ് ആണ് എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഉള്ളത്. ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്, 2 ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് ആദ്യം നോക്കാം. ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റ്, 2 ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഒരു ട്രാൻസാക്ഷൻ്റെ ഈ 2 ആസ്പെക്ട്സും, അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. മോഡേൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഡബിൾ എൻട്രി സിസ്റ്റം സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആണ്. ഇവിടെ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഈ 3 അക്കൗണ്ട്സും ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? പേഴ്സൺസുമായിട്ടോ എൻറ്റിറ്റീസുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്. ഇനി എന്താണ് റിയൽ അക്കൗണ്ട്? അസറ്റ്സുമായിട്ടോ പ്രോപ്പർട്ടീസുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഇൻകം, എക്സ്പെൻസ്, ലോസ്, ഗെയിൻസ്, ഇതൊക്കെയായി റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. ഒത്തിരി ടൈം, എഫേർട്സ്, മണി, ഇതൊക്കെ ആവശ്യമുള്ള ഒരു മെത്തേഡാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തെ പറ്റി ഓൾമോസ്റ്റ് ഒരു ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് പോവാം. മീനിങ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം is a system of accounting which does not follow the double entry system. Under this system, only the accounts relating to debtors and creditors are maintained. Cash book is also maintained. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം? സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇവിടെ ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഈ സിസ്റ്റത്തിൽ ഡെപ്റ്റേഴ്സുമായിട്ടും ക്രെഡിറ്റേഴ്സുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡെപ്റ്റേഴ്സുമായും ക്രെഡിറ്റേഴ്സുമായും റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ്. സോ ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡെഫിനിഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. അക്കോർഡിംഗ് ടു കോലർ, എ സിംഗിൾ എൻട്രി സിസ്റ്റം is a system of bookkeeping in which as a rule only records of cash and personal accounts are maintained. It is always incomplete double entry, varying with circumstances. എങ്ങനെയാണ് കോലർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ്. ക്യാഷ് റെക്കോർഡ്സും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എല്ലായ്പ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് വാരി ചെയ്യുന്ന ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് single entry system. First point, it does not follow strict double entry system. Single entry system double entry സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ റൂൾസും പ്രിൻസിപ്പിൾസും ഒന്നും സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ്, ഇൻഅക്യുറേറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺറിലയബിൾ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. കംപ്ലീറ്റ് അല്ലാത്ത, അക്യുറേറ്റ് അല്ലാത്ത, സയൻറ്റിഫിക് അല്ലാത്ത, റിലയബിൾ അല്ലാത്ത ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് പോയിന്റ്,
It does not provide complete picture of each and every transaction. Hence, it is called defective double entry system. ഓരോ ട്രാൻസാക്ഷൻ്റെയും കംപ്ലീറ്റ് പിക്ചർ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മെയിൻറ്റെയിൻസ് പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് അക്കൗണ്ട്സ്. ഇറ്റ് അവോയ്ഡ്സ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ട്സും മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിയൽ അക്കൗണ്ട്സും നോമിനൽ അക്കൗണ്ട്സും ഇത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിലല്ല. സോ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, this system differs from firm to firm. It is an adjustment of double entry system according to convenience of the business. ബിസിനസ്സിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ പറ്റുന്ന ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇത് ഫേം ടു ഫേം ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. സിംഗിൾ എൻട്രി സിസ്റ്റം ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ടു സ്മോൾ കൺസേൺസ്. സ്മോൾ കൺസേൺസിന് മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ട് ആവുന്നുള്ളൂ. ബിഗ് കൺസേൺസിന് ഒരിക്കലും സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ അല്ല. ഇത്രയൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമുക്കറിയാം, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്നത്. സോ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സെക്കൻഡ് പോയിന്റ്, ടു ഓപ്പൺ അക്കൗണ്ട്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ ദി ബാലൻസസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സിംഗിൾ എൻട്രി സിസ്റ്റം പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടുമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ ബാലൻസ് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ടു പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ടു അസർടെയിൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചിട്ടുള്ളത് എന്ന് അസർടെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ടു അസർടെയിൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ടു മിനിമൈസ് ദി ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എറേഴ്സും ഫ്രോഡ്സൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുന്നു. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ സിമ്പിൾ അക്കൗണ്ടിങ് മെത്തേഡാണ്. ഒരുപാട് റൂൾസും പ്രിൻസിപ്പിൾസും ഒന്നും ഫോളോ ചെയ്യേണ്ടാത്ത ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആൻഡ് എക്കണോമിക്കൽ. വളരെ ചിലവ് കുറഞ്ഞ ഒരു എക്കണോമിക്കൽ അക്കൗണ്ടിങ് മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്. സ്മോൾ കൺസേൺസിന് മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ട് ആവുകയുള്ളൂ. ബിഗ് കൺസേൺസിന് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ട് ആവുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ക്വിക്ക്ലി. വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ലിമിറ്റേഷൻസ്, ഡിമെറിറ്റ്സ് ഓർ defects of single entry system. First point, it is incomplete, unscientific and unsystematic. Single entry system complete അല്ലാത്ത, scientific അല്ലാത്ത, systematic അല്ലാത്ത ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ്. സെക്കൻഡ് പോയിന്റ്, nominal accounts are not maintained. Hence, true profit or loss cannot be ascertained. നോമിനൽ അക്കൗണ്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സിംഗിൾ എൻട്രി സിസ്റ്റം നോമിനൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ ഇവിടെ അസർടെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ട്രൂ ആവില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് കീപ് റെക്കോർഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. Therefore, a balance sheet cannot be prepared to know the financial position of the business. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും റെക്കോർഡ് ഇവിടെ കീപ്പ് ചെയ്യുന്നില്ല. സോ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇവിടെ
സാധിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ് ലൈക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പോലുള്ള ലാർജ് കൺസേൺസിന് ഇത് സ്യൂട്ടബിൾ അല്ല. സ്മോൾ കൺസേൺസിന് മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ട് ആവുന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് സിംഗിൾ എൻട്രി സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ബിക്കോസ് അക്കൗണ്ട്സ് ആർ ഇൻകംപ്ലീറ്റ്. നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആണ്. ഇവിടെ എറേഴ്സ് ഫ്രോഡൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പമല്ല. എറേഴ്സ് ഫ്രോഡൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു വാല്യൂ ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബിസിനസ്. എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ സെയിൽ നടക്കുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, in case of loss or damage to goods or assets, the amount of claim cannot be ascertained correctly due to incomplete records. ഗുഡ്സിനോ അസറ്റ്സിനോ ഡാമേജോ ലോസോ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലെയിം എമൗണ്ട് കറക്റ്റായി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റ് ആണ്. ഇതൊക്കെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിഫെക്ട്സ്. ഇനി ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം നോക്കാം. സിംഗിൾ എൻട്രി സിസ്റ്റം 3 ടൈപ്പാണുള്ളത്. ഒന്ന് പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, 2 സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, 3 ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഫസ്റ്റ് ടൈപ്പ്, പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം. Under this system, no subsidiary books are maintained. Only personal accounts of debtors and creditors are maintained. പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സബ്സിഡിയറി ബുക്സ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ടൈപ്പ്, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം, ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. അതർ സബ്സിഡിയറി ബുക്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും പേഴ്സണൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ സബ്സിഡിയറി ബുക്സ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. തേർഡ് വൺ, ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം, പേഴ്സണൽ അക്കൗണ്ട്സ്, ക്യാഷ് ബുക്ക് ആൻഡ് സം സബ്സിഡിയറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചില സബ്സിഡിയറി ബുക്സ് കൂടെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലും സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലും സബ്സിഡിയറി ബുക്സ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മാത്രമാണ് സബ്സിഡിയറി ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും ചില സബ്സിഡിയറി ബുക്സ് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.